നന്നാകണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം, എങ്ങനെയാണ് ഒരാൾ നന്നാവുക, അല്ലെങ്കിൽ ഒരാളെ എങ്ങനെ നന്നാക്കാം? ഇതാണ് അടുത്ത സ്റ്റെപ്പ്. അതാണ് നമ്മൾ അറിയേണ്ടതാണ്. അപ്പം ഒരു അവകാശവാദങ്ങൾ പല കാര്യത്തിലും പല കാര്യങ്ങളിലും നമ്മൾ കേൾക്കാറുണ്ട്. അവകാശവാദങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ സാധാരണ സോഷ്യൽ മീഡിയകളിലൊക്കെ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ഇപ്പോൾ ഒരു എണ്ണ, ഇത് മുടി വളരാൻ ഭയങ്കര ഇതാണ് എന്ന് പറഞ്ഞിട്ട് കുറേ അവകാശവാദങ്ങൾ, അല്ലെങ്കിൽ ഒരാൾ ഇത് ഷുഗറിന് വളരെ ഉഷാറാണ് എന്ന് പറഞ്ഞിട്ട് വേറെ കുറേ സംഗതികൾ, അങ്ങനെ കുറേ അവകാശവാദങ്ങൾ ഇങ്ങനെ പലതും പറയാറുണ്ട്. ഏത് കാര്യമാവട്ടെ, ഖുർആൻ പറയുന്നതൊന്നും ഇത്തരത്തിലുള്ളൊരു അവകാശവാദങ്ങളല്ല, മറിച്ച് ഖുർആൻ പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരാണ്. അത് ഖുർആന്റെ മുന്നിൽ ഒരു സമൂഹമുണ്ട്, ആ സമൂഹം ജഹാലത്തിലെ സമൂഹമാണ്. ജഹാലത്തായിരുന്നു അവരെ നയിച്ചിരുന്നത്. അതാണ് ജാഹിലിയ കാലഘട്ടം എന്ന് പറഞ്ഞതാണ്. അവരെ നന്നാക്കി. എന്താ നന്നാക്കിയത്? ഖുർആൻ നന്നാക്കി. ഖുർആൻ അവിടെ ശുദ്ധീകരണം നടത്തി. എന്നിട്ട് മാതൃക കാണിച്ചു തന്നു. വെറുതെ ഒരു വാദമല്ല, ഒരു അവകാശവാദമല്ല, മറിച്ച് ഖുർആൻ പറയുന്ന ഓരോ കാര്യവും നടപ്പിൽ വരുത്തി കാണിച്ചു തന്നു. അതാണല്ലോ മാതൃക എന്ന് പറഞ്ഞത്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. അതിനെയാണ് പിൻപറ്റേണ്ടത്, അതിനെയാണ് ഇത്തിബായ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഖുർആൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഒരു മനുഷ്യൻ നന്നാവുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ഹൃദയം നന്നാവലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഹൃദയത്തിൻ്റെ പല അവസ്ഥകളും ഒക്കെ നമ്മൾ കുറേ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു വന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ത്വഹാറത്താണ് പഠിക്കുന്നത്. അപ്പോൾ ത്വഹാറത്ത് പഠിക്കുമ്പോൾ അതിന് നേരെ ഒരു ഓപ്പോസിറ്റ് ഒരു കാര്യമുണ്ട്. അതെന്താ? അതായത് ഒരു വസ്തുവിനെ നമ്മൾ ശുദ്ധിയാക്കണമെങ്കിൽ ആ വസ്തു എന്തായിരിക്കണം? ഒരു ശുദ്ധമായ വസ്തുവിനെ വീണ്ടും ശുദ്ധാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഖുർആനിൽ നമുക്ക് കാണാം, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം. ഖുർആനിലൊരു പ്രയോഗമാണ്, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം. എന്താ കാരണം? മാക്കാനു യക്സിബൂൻ. അതാണ് വിഷയം. റാന എന്ന് പറഞ്ഞാൽ ചെളി പിടിച്ചു, ക്ലാവ് പറ്റി, ക്ലാവ് പിടിക്കുക, ചെളി പിടിക്കുക, പിന്നെ വൃത്തികേടാവുക. അതാണ് എന്ത് റാന എന്ന് പറഞ്ഞാൽ. അപ്പൊ പലരുടെയും ഹൃദയത്തിൽ പിന്നെ വൃത്തികേട്, അത് പല ഹൃദയങ്ങളും ആ രൂപത്തിലേക്ക് ചെളി പിടിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഹൃദയങ്ങളെ എന്താക്കി മാറ്റണം? ശുദ്ധീകരിക്കണം. അപ്പൊ ഞാൻ ആദ്യം അത് എങ്ങനെ ശുദ്ധീകരിക്കണം, ആർക്ക് ശുദ്ധീകരിക്കാതെ, ശുദ്ധീകരിച്ചുള്ള ഗുണം എന്തെന്നൊക്കെ പറയുന്നതിന് മുമ്പ് അള്ളാഹു തആല പറയാണ്, ചില ആളുകളുടെ ഹൃദയത്തെ അള്ളാഹു ശുദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഖുർആനിൽ ഞങ്ങൾക്ക് അങ്ങനെ സ്ഥലം കാണിച്ചു തരാം. ചില ആളുകളുടെ ഹൃദയത്തെ അള്ളാഹു തആല ത്വഹാറത്തിന് ഉദ്ദേശിക്കുന്നില്ല എന്ന് ഖുർആൻ ഒരു വിഷയം പറയുന്നുണ്ട്. അപ്പൊ അതാരായിരിക്കും? അതാരാണ്? ആരെപ്പറ്റിയാണ് ആ പറഞ്ഞത്? നമ്മൾ പഠിക്കണം. അങ്ങനെ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ബോധ്യപ്പെടും? നമ്മൾ ആ അവസ്ഥയിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹ് പറഞ്ഞ ആ വിഭാഗത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ ഹൃദയം വൃത്തിയാകാൻ പോണില്ല, ശുദ്ധാകൂല. അങ്ങനെ നമ്മൾ മരിച്ചു പോയാൽ വൃത്തികെട്ടവനായി മരിച്ചു പോകും. വൃത്തികെട്ടവനായി മരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ശരീരത്തിലെ നജസ് ഉണ്ടായിട്ട് മരിക്കാന്നൊന്നുമല്ല. നജസ്സിലെ ശരീരത്തെക്കാൾ പ്രധാനം മനസ്സിലെ, ഹൃദയത്തിലെ നജസ്സാണ്. അത് ഒരു വലിയൊരു വിഷയമാണ്. പലരുടെയും കൽബ് വൃത്തികെട്ട കൽബാണ്. അപ്പൊ അള്ളാഹു തആല അങ്ങനെ വൃത്തികെട്ട കുറെ കൽബുകളെ അള്ളാഹു എന്താക്കി? ശുദ്ധീകരിച്ചു. എന്നാൽ ചില ആൾക്കാരെ അള്ളാഹു തആല ശുദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ പിന്നെ 5-ാം അധ്യായം സൂറത്ത് മാഇദ മറിക്കുക. സൂറത്ത് മാഇദയിലെ 41, 42 ആയത്തുകൾ ഒന്ന് നോക്കുക. നാൽപ്പത്തി 42 ആയത്തുകൾ.
എന്താണ് താരിഖിൻ്റെ നിഷാരി? എന്താണ് ഈ ആയത്തിൽ അവസാന ഭാഗത്ത് 42-ാമത്തെ ആയത്തിൻ്റെ 41-ാമത്തെ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് ഉലായിക്കല്ലദീന വൈക്ക് ഉലായിക്കല്ലദീന ലം യുരിദില്ലാഹു അൻ യുതഹിറ ഖുലൂബഹും. കണ്ടാ, ഉലായിക്ക അക്കൂട്ടർ, അല്ലദീന ലം യുരിദില്ല അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല, അൻ യുതഹിറ ഖുലൂബഹും അവരുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ അള്ളാഹു തആല ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എന്താ വിഷയം എന്നറിയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ ആയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി കേൾക്കുക. നമുക്ക് ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? സങ്കടം, ദുഃഖവും സങ്കടവും നമ്മൾ വ്യത്യാസം എന്താ? ദുഃഖം, സങ്കടം രണ്ടും നമ്മൾ ചെറിയൊരു വ്യത്യാസം എന്താ? സങ്കടത്തിന് വേറെ ഒരാളുടെ പ്രവർത്തനം അതിന് ബാധിക്കുന്നുണ്ടാവും. ദുഃഖം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തം, നമുക്കിപ്പോൾ എന്തെങ്കിലും നമ്മുടെ കാരണം കൊണ്ട് തന്നെ ഉണ്ടായ ഒരു തകരാറ്, ഒരു പ്രശ്നം, അല്ലെങ്കിൽ നമ്മളൊരു അശ്രദ്ധ കൊണ്ട് ഒരു രോഗം വന്നു, അല്ലെങ്കിൽ നമ്മളൊരു അശ്രദ്ധ കൊണ്ട് ഒരു സാമ്പത്തിക പ്രശ്നം വന്നു, അല്ലെങ്കിൽ നമ്മളെ സ്വന്തമായൊരു കാരണം കൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു മനോവേദനക്കാണ് സാധാരണ ദുഃഖം എന്ന് പറയാം. സങ്കടപ്പെടുക എന്ന് പറഞ്ഞാൽ വേറെ ഒരാൾ, നമ്മളല്ല, വേറെ ഒരാളുടെ പ്രവർത്തനം കാരണം നമുക്കുണ്ടാകുന്ന മനോവേദനയാണ് സ്വാഭാവികമായും എന്തായി വരിക? സങ്കടമായിട്ട് വരിക. ഇപ്പം ഒരാൾ നമ്മളെപ്പറ്റി എന്തോ പറഞ്ഞു, വല്ലാതെന്തോ ഒരാളോട് വേറെന്തോ പറഞ്ഞ് പ്രചരിപ്പിച്ചു. അപ്പം നമുക്ക് ദുഃഖമല്ല ഉണ്ടാവുക, പിന്നെന്താ ഉണ്ടാകുക? സങ്കടം ഉണ്ടാകുക. ഇനി വേറൊന്നും കൂടി പറയാം. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ, കാരണം ഞാനിത് ഈ സങ്കടം ദുഃഖത്തിന് ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ ഖുർആനിലെ ആശയം മനസ്സിലാക്കാനാണ്. ഖുർആനിൽ പ്രയോഗിച്ച് ചില പദങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഖുർആനിൽ ഹമ്മുമുണ്ട്, ഹുസ്നുമുണ്ട്. ഹമ്മുമുണ്ട്, ഹുസ്നുമുണ്ട്. പല രൂപത്തിൽ ഖുർആൻ അതിനെ പ്രയോഗിച്ചിട്ടുണ്ട്, വ്യത്യസ്ത രൂപത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ വേറെ ഒരാളുടെ ഒരു പ്രവർത്തനം നമ്മളെ സങ്കടപ്പെടുത്തുക, വേറൊരാളെ കൊണ്ട് നമ്മൾ സങ്കടപ്പെടുക, നമ്മൾ വിഷമം ഉണ്ടാവുക, നമുക്ക് ആ രൂപത്തിലുണ്ടാകുന്ന ഒരു ദുഃഖത്തെയാണ്, അല്ലെങ്കിൽ മനോവേദനയാണ് നമ്മൾ സങ്കടം എന്ന് പറയാം. അതായിരിക്കും ഒരു പക്ഷേ മറ്റതിനേക്കാൾ കൂടുതൽ നമുക്ക് താങ്ങാൻ പറ്റാതിരിക്കുക. നമ്മുടെ ഒരു സ്വന്തം കാര്യം കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നം നമ്മൾ തന്നെ എന്ത് ചെയ്യും? അതിനെ സ്വയം നമ്മൾ തന്നെ ഒരു കാരണമൊക്കെ കണ്ടെത്തി ഉള്ളിലാണ്ട് ഒതുക്കാൻ വേണ്ടി ശ്രമിക്കും. വേറൊരു ആൾ കാരണം നമുക്കുണ്ടാകുന്ന ഒരു വിഷമത്തെ അത് വല്ലാതെ, അപ്പോഴാണ് സങ്കടപ്പെടുമ്പോഴാണ് നമ്മൾ വല്ലാതെ ഏങ്ങിക്കരയുക, സങ്കടപ്പെട്ട് കരയുക, കണ്ണിന്ന് വെള്ളം വരിക, മൂക്കിന്ന് വെള്ളം വരിക. ഇതൊക്കെ എപ്പോഴായിരിക്കുന്ന സങ്കടം ഉണ്ടാകുമ്പോഴാണ്. ദുഃഖം ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മളത് എന്ത് ചെയ്യും? ഉള്ളിൽ അതുകൊണ്ട് ഒതുക്കി വെക്കാൻ ശ്രമിക്കുക ചെയ്യുക. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? നമുക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഈ സങ്കടം ദുഃഖം പറയാനുള്ള കാരണം നിങ്ങൾ ഇത്തരം തെറ്റിപ്പോകേണ്ട വെച്ചിട്ടാണ്. ഞാൻ ചോദിക്കാൻ പോണ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയ കുറേ കാര്യങ്ങളുണ്ട്. സങ്കടപ്പെടുത്താനാൽ ദുഃഖം വരരുതിട്ടാ, സ്വന്തം കാര്യമില്ല, വേറൊരാളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളെ സങ്കടപ്പെടുത്തിയ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? ആ കാര്യങ്ങൾ എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിൽ കണക്കാക്കുക. ഏത് കാര്യത്തിലാണ് നമുക്ക് കൂടുതൽ സങ്കടം ഉണ്ടായത്? വേറൊരാളുടെ കാര്യത്തിൽ സങ്കടം ഉണ്ടായത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. ഈ പറഞ്ഞ വിഷയത്തിൽ അതിന് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹ് പറയാണ്, ആയത്ത് ശ്രദ്ധിക്കുക, ഇനി ആയത്തിലേക്ക് വരും. യാ അയ്യുഹ റസൂൽ, അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലെ. ഖുർആനിൽ യാ മുഹമ്മദ് എന്ന പ്രയോഗം കാണൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് ഏറ്റവും കൂടുതൽ പറഞ്ഞത് എവിടെ അറിയാങ്ങൾ? ഏത് ഗ്രന്ഥത്തിലാണ് നബിൻ്റെ മദ്ഹ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്?
ഖുർആനിലാണ്, മാലിലും മൗലൂദിലൊന്നുമല്ല. റസൂലുള്ളാഹിന്റെ ഏറ്റവും മദ്ഹ് പറഞ്ഞത്, ഏറ്റവും കൂടുതൽ മദ്ഹ് പറഞ്ഞത് എവിടെയാണ്? ഖുർആനിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കലും അള്ളാഹു യാ മുഹമ്മദ് എന്ന് ഖുർആനിൽ ഒരു പ്രയോഗമില്ല, അങ്ങനെ പ്രയോഗം കാണാനില്ല. യാ അയ്യുഹർ റസൂൽ, അല്ലയോ ദൈവദൂതരെ, റസൂൽ അള്ളാഹിന്റെ വിളിയാണ്. ലാ യഹ്സുൻക, നിങ്ങളെ സങ്കടപ്പെടുത്താതിരിക്കട്ടെ. നബിയോട് പറയണം, ലാ യഹ്സുൻക, താങ്കളെ സങ്കടപ്പെടുത്താതിരിക്കട്ടെ. എന്താ വിഷയം? അല്ലദീന യുസാരിഊന ഫിൽ കുഫർ, ഈമാനിൽ നിന്ന് കൊതറി ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ കാര്യം. ഈമാനിൽ നിന്ന് കുതറി ഓടിക്കൊണ്ടിരിക്കുന്ന ആളുടെ കാര്യം. യുസാരിഊന എന്ന് പറഞ്ഞാൽ എന്താ? സുർ എന്നൊക്കെ അറബികൾ പറയില്ലേ? യുസാരിഊന, ധൃതിയിൽ ഓടുക. ഈമാനിൽ നിന്ന് ധൃതിയിൽ ഓടൽ കൊടുക്കാം കുഫറിലേക്ക്. അതാണ് യുസാരിഊന ഫിൽ കുഫർ എന്ന് പറഞ്ഞാൽ. യുസാരിഊന ഫിൽ കുഫർ, കുഫറിലേക്ക് ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം നിന്നെ സങ്കടപ്പെടുത്താതിരിക്കട്ടെ. അതിൽ സങ്കടം വേണ്ടെന്നല്ലട്ടാ പറഞ്ഞത്, ശ്രദ്ധിക്കണം. സങ്കടപ്പെടുത്താതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ താങ്കൾ അതിൽ സങ്കടപ്പെടട്ടെ എന്നാണ്. അത് ബാക്കി വരും. ഇനി നമ്മളൊന്ന് ചിന്തിക്കാം, ഇങ്ങനെ ഒരു സങ്കടം നമുക്കാർക്കൊക്കെ ഉണ്ടായിക്കണം. ഞാൻ നേരത്തെ ചോദിച്ച ഞാൻ കൂടി ചോദിച്ചില്ല, കുറേ സങ്കടം ഞാൻ സങ്കടം ദുഃഖം വേറെ പറയാൻ ആദ്യം പറയാനുള്ള കാരണം അതാണ്. സങ്കടം എന്താ, ദുഃഖം എന്താ, ഇങ്ങനെയുള്ള ഒരു സങ്കടം നമ്മളെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹൃദയം ക്ലിയറാണ്. ഇങ്ങനെ മേലെ സർട്ടിഫിക്കറ്റ് വേണ്ട. കുഫറിലേക്ക് പോകുന്ന ആളുകളുടെ അവസ്ഥ കണ്ടിട്ട് നമുക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ടോ? കുഫറിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ഈമാറ്റിട്ട് പോവുകയാണ്. ആ ഒരു സങ്കടം നമ്മളെ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? എങ്കിൽ അതല്ല നമ്മൾ സപ്പോർട്ടാണോ പറയുന്നത്? അതൊക്കെ ഇപ്പോൾ കാലത്തുണ്ടാകും. അത് ഓണല്ലേ, ആഘോഷമല്ലേ, നബിദിനും ഓണവും എല്ലാം കൂടി ഒരുമിച്ച് വന്നതല്ലേ, അതൊക്കെ കുറേ അങ്ങനെയൊക്കെ ഉണ്ടാകും. പാട്ടും പാടി മറ്റേ 10 പിന്നെ എന്താ അതിന് പറയാ, മറ്റേ ക്യാബിൻ ഉണ്ടല്ലോ, 10 കോളുള്ള ക്യാബിൻ, ഒരു 5-8 വെച്ചിങ്ങാണ്ട് കഴുത്തിൽ മാലിട്ടിട്ട് ഡാൻസ് ചെയ്യാണ്. പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞിട്ട് തുള്ളിച്ചാണ്, കള്ളുടിച്ച ആൾക്കാരെ മാതിരി കിടന്നിട്ട് മറിയാണ്. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് കാണുമ്പോൾ, സമൂഹം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തോന്നിയാസങ്ങൾ കാണുമ്പോൾ, ഈമാനൊക്കെ വിട്ടിട്ട് പോണത് കാണുമ്പോൾ എന്തെങ്കിലും ഒരു സങ്കടം തോന്നിയിട്ടുണ്ടോ? അതാണ് പ്രശ്നം. എന്താ പറയുക, ഇത് ആർക്കാ തോന്നാറ്? നമ്മൾ അവനാൻ്റെ സ്വന്തം കാര്യം നോക്കി, അവനാൻ്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും കാര്യം നോക്കി, അവനാൻ്റെ വരുമാനം, അവനാൻ്റെ ലാഭവും നഷ്ടവും കച്ചവടം നോക്കിയിട്ട് മാത്രം പോകുന്ന ഒരാൾക്ക് ഇതിലൊന്നും സങ്കടം ഉണ്ടാവില്ല. അവനക്ക് ദുഃഖം ഉണ്ടാവുള്ളൂ. എന്താ ഉണ്ടാവുക? ദുഃഖം. അവൻ്റെ സ്വന്തം കാര്യത്തിലുള്ള പ്രശ്നം ഉണ്ടാവുള്ളൂ. സങ്കടം എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവില്ല. അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, നബിക്ക് ഭയങ്കരമായ സങ്കടം ഉണ്ടായപ്പോൾ അള്ളാഹ് പറയാണ് സങ്കടപ്പെടണ്ടാന്ന്. അതാണ് ഈ വാക്ക്. എപ്പോഴാ പറയാ? നമ്മൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്ന ഒരാളോട് നമ്മൾ എന്ത് പറയും? സങ്കടപ്പെടണ്ടെന്ന് പറയില്ലേ? അതാണ്. അല്ലാതെ ഇവിടെ നബി സങ്കടപ്പെടരുതെന്നല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ആയത്തതാണ്. യാ അയ്യുഹർ റസൂൽ, അല്ലയോ റസൂലെ, ലാ യഹ്സുൻകല്ലദീന യുസാരിഊന ഫിൽ കുഫർ, കുഫറിലേക്ക് ഇങ്ങനെ ധൃതിപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കാര്യത്തിൽ നബിയെ താങ്കൾ സങ്കടപ്പെടാതിരിക്കട്ടെ. ആരാണ്? മിനല്ലദീന ഖാലു, അവർ പറയും, ആമന്ന എന്നവർ പറയും. എന്താ അവർ പറയാ? ഞങ്ങൾ വിശ്വാസികളാണെന്ന് പറയും. അത് ബി അഫ്വാഹിഹിം, തൊള്ളോണ്ട് മാത്രമുള്ള പറച്ചില. ഈമാൻ ഹൃദയത്തിലില്ല. ഈമാൻ എവിടെ മാത്രമേ ഉള്ളൂ? വായിൽ മാത്രമേ ഉള്ളൂ, പറച്ചിൽ മാത്രമേ ഉള്ളൂ. വലം തുഅ്മിൻ ഖുലൂബുഹും, ഹൃദയം വിശ്വസിച്ചിട്ടില്ല, തൊള്ള മാത്രമേ വിശ്വസിച്ചിട്ടുള്ളൂ. മിനല്ലദീന ഹാദു, ഇനി വേറൊരു വിഭാഗം ജൂതന്മാരിലുണ്ട്. ഇതേ സ്വഭാവമുള്ള ആൾക്കാർ. അത് ജൂതൻ എന്നാണ്ട് വിളിക്കുന്നതാണ്. ഇത് ചെറിയ വിളിയൊന്നല്ല. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ഒരു മറ്റ് സമുദായത്തിൻ്റെ ആചാരത്തോട് സാദൃശ്യമായാൽ അവൻ അതിൽ പെട്ടുന്നാണ്. ജൂതന്റെ പണി ചെയ്തവൻ ജൂതനാണ്. മനസ്സിലായില്ലേ? ക്രിസ്മസിന് പുൽക്കൂടുണ്ടാക്കി സ്റ്റാർ തൂക്കൽ ക്രിസ്ത്യാനികളാണ്. ആ പണി ചെയ്തവൻ ക്രിസ്ത്യാനിയാണ്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ, അവൻ്റെ പേര് മുസ്ലിമിൻ്റെ പേരുണ്ടായിട്ട് കാര്യമില്ല, ഓ മുഅ്മിനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാരാ? അള്ളാഹിൻ്റെ ഖുർആനാ പറയണത്. വമിനല്ലദീന ഹാദു, എന്താണ് അവരെ പണി?
സമ്മാഊനലിൽ കദിബ്, അവര് കളവ് ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കും. അവര് സമ്മാഊനാണ്, അവർ ചെവി കൊടുത്ത് കേൾക്കുന്നത് മുഴുവനും കദിബാണ്, കളവുകളാണ്. കളവ് കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? പിന്നെ സിദ്ക്കിന്റെ ഓപ്പോസിറ്റാ. സിദ്ക്ക് എന്താ? വല്ലദി ജാഅ ബിസ്സിദ്ഖ്. സിദ്ക്ക് എന്താ? ഖുർആനാണ്. ഖുർആനാണ് സിദ്ക്ക്. സിദ്ക്കിന്റെ ഓപ്പോസിറ്റാണ് കദിബ്. അതെന്താ? ഖുർആനല്ലാത്ത കളവുകളാണ്. അതാണ് അവർ കേൾക്കുക. വിഷയം വരുന്നുണ്ട്, ബാക്കി നിങ്ങൾക്ക് ബാക്കി വായിക്കുമ്പോൾ മനസ്സിലാവും. വായിക്കേ. സമ്മാഊനലി ഖൗമിൻ ആഖരീന ലം യഉ. നിന്റെ അടുക്കലേക്ക് വരാത്ത ചില ആളുകളുണ്ട്, അവരുടെ വാക്കുകളും ചെവിയോർത്ത് കേൾക്കും. നബിന്റെ അടുക്കൽ വന്ന് ദീന് പഠിച്ച് ദീൻ ഉൾക്കൊണ്ട് സത്യം മനസ്സിലാക്കി അത് പ്രകാരം ജീവിക്കുന്ന ആൾക്കാരെ വാക്കല്ല കേൾക്കുക, അല്ലാത്തവരെ വാക്ക് കേൾക്കും. അതായിക്കാരം വേദവാക്യം അവർക്ക്. ബാക്കി യുഹരിഫൂനൽ കലിമ മിൻ ബഅദി, വാക്കുകളെ അതിൻ്റെ അസ്ഥാനത്ത് അവർ ഉപയോഗിക്കും, വാക്കിനെ മാറ്റിമറിക്കും. ഒരു നിയമത്തെ എന്താക്കും? ഇറങ്ങിയ വാക്കിനെ അസ്ഥാനത്തേക്ക് മാറ്റിമറിക്കുക എന്ന് പറഞ്ഞാൽ എന്തിനാണോ ആ കാര്യം പറഞ്ഞത് അതിന് നേരെ ഓപ്പോസിറ്റ് പറയും. അതാണ് യുഹരിഫൂനൽ കലിമ അൻ മിൻ ബഅദി മവാദിഇഹി. യഖൂലൂന, അവർ പറയും, ഇൻ ഊതീതും ഹാദാ, ഇനി ഇതിലുള്ളത് തന്നെയാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ എടുത്തോളൂ. ഫഖുദൂ, അങ്ങനെയാണെങ്കിൽ അത് എടുക്കുക. വഇല്ലം തൂതൗ ഫഹദറു, ഇനി ഇതിലുള്ളതല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ജാഗ്രത പാലിക്കണം. എന്താ സംഭവം എന്നറിയാം? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇതിൻ്റെ ഇറങ്ങാൻ ഒരു കാരണമുണ്ട്. ആ കാരണം മനസ്സിലാവുമ്പോഴേ നിങ്ങൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ആ കാരണം കേട്ടോളി. അതായത് പിന്നെ ഈ ജൂതന്മാരിൽ തന്നെ പെട്ട ചില ആൾക്കാർ ചില മതനിയമങ്ങൾ ചോദിക്കാൻ വേണ്ടി നബിയുടെ അടുക്കലേക്ക് വരികയായിരുന്നു. ആര്? ജൂതന്മാരിൽ പെട്ട ചില ആൾക്കാർ. അങ്ങനെ ഒരിക്കൽ പിന്നെ ഈ ഒരു തവണ ഈ ആയത്തിറങ്ങുന്ന സമയത്ത്, ആയത്തിറങ്ങുന്ന തൊട്ട് മുമ്പ് പിന്നെ ജൂതന്മാരിൽപ്പെട്ട ഒരു ആണും പെണ്ണും വ്യഭിചരിച്ചു. ഒരു വ്യഭിചാരം നടന്നു. അപ്പം വ്യഭിചരിച്ചു കഴിഞ്ഞാൽ, വ്യഭിചാരം നടന്നാൽ അന്ന് ഉള്ള നിയമം എന്താന്ന് ചോദിച്ചാൽ, തൗറാത്തിലുള്ള നിയമം എന്താന്ന് ചോദിച്ചാൽ എറിഞ്ഞു കൊല്ലുക എന്നാണ്. എറിഞ്ഞു കൊല്ലുക എന്നാണ്. അപ്പൊ ഇവരെന്താക്കുന്നറിയോ? ഇവരെ സ്വന്തക്കാര്, അതായത് ഈ ഇവരിലെ പ്രമുഖന്മാരായ ആളുകളിലാണെങ്കിൽ ഇവർ ഈ നിയമത്തെ മാറ്റിയിട്ട് ചാപ്പ കുത്തുക, കഴുതന്റെ പുറത്ത് അങ്ങോട്ട് തിരിച്ച് ഇരുത്തിയിട്ട് നടത്തുക. കഴുത പോണിടത്തേക്കല്ല, കഴുതന്റെ ബാക്ക് ഭാഗത്തെ കാളെ തിരിച്ചിരുത്തി നടത്തുക, ചാപ്പ കുത്തുക, ചൂട് വെക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടി ചെയ്തിട്ട് തൽക്കാലം അത് ഒഴിവാക്കും. എറിഞ്ഞു കൊല്ലലാണ് എന്തിന്റെ നിയമം? തൗറാത്തിലെ നിയമം. അങ്ങനെ ഇവരെന്താക്കി? ഇതിൽ അഭിപ്രായ വ്യത്യാസം വന്നു. എന്നാൽ ഞാൻ മുഹമ്മദിനോട് ചോദിക്കാന്ന് പറഞ്ഞു. ഈ ആയത്തിന്റെ അവതരണം സബബു നൂസില പറഞ്ഞ, ഇറങ്ങാനുള്ള കാരണം പറഞ്ഞു. അങ്ങനെ നബിന്റെ അടുക്കലേക്ക് ഇവർ വന്നു. ഇവർ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൗറാത്തിലുള്ളത് എറിഞ്ഞു കൊല്ലൽ തന്നെയാണെന്ന് പറഞ്ഞു, നിയമം പറഞ്ഞു. അപ്പൊ അത് എടുക്കാൻ പറ്റുമല്ലേ? ഈ ആയത്തിൽ നബിന്റെ അടുക്കലേക്ക് പോയിട്ട് ഇവർക്ക് പറ്റിയതാണെങ്കിൽ നിങ്ങൾ എടുത്തോളി, പറ്റാത്തതാണെങ്കിൽ ഒഴിവാക്കണം അവിടെ വായിച്ചത്. ഇതാണ് ആ കാര്യം. ഇതാ സബബ് മനസ്സിലാകുമ്പോൾ ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം ഇതെന്താന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ ആൾ നട്ടം തിരിയും, ഇതെന്താന്ന് അറിയില്ല. ഇവിടെയാണ് ഇവർ പറഞ്ഞ, ഈ ജൂതന്മാർ പറഞ്ഞതാണ് എന്ത്? ഈ നമ്മൾ ചെയ്യണ കാര്യമാണെങ്കിൽ മുഹമ്മദ് പറഞ്ഞതെങ്കിൽ ചാപ്പ കുത്തലും ചൂട് വെക്കലും ഈ കൈതന്റെ പുറത്ത് ഇരുത്തലൊക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കാം. ഇനി മുഹമ്മദ് പറയുകയാണെങ്കിൽ അതല്ല എറിഞ്ഞു കൊല്ലലാന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പോരാ, ഒഴിവാക്കി പോരാ. ഇത് പ്രശ്നമായപ്പോൾ പിന്നെ അന്നത്തെ വേദഗ്രന്ഥത്തിലെ പിന്നെ തൗറാത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനാണ് ആര്? പിന്നെ അബ്ദുല്ലാഹി ഇബ്നു സുലൂൽ എന്ന് പറയുന്ന ജൂത പണ്ഡിതൻ. അദ്ദേഹത്തിന് അടുക്കലേക്ക് ഇതെത്തി. അദ്ദേഹം പറഞ്ഞു, പിന്നെ എറിഞ്ഞു കൊല്ലലേ തന്നെയാണ് നിയമം എന്ന് പറഞ്ഞു. സ്വീകരിച്ചില്ല. അവസാനം വരെ എന്താക്കിയെന്നാണ്. എന്നാൽ തൗറാത്ത് അങ്ങനെ ഈ വിഷയം നബിയുടെ അടുക്കലേക്ക് വീണ്ടും എത്തി. അപ്പൊ അബ്ദുൽ സുലൂല് പറഞ്ഞിട്ട് ഇവര് സ്വീകരിച്ചില്ല. അപ്പോൾ അബ്ദുൽ സലാം കേട്ടോ, സുലൂൽ സലാം പറഞ്ഞിട്ട് ഇവര് സ്വീകരിച്ചില്ല. അവസാനം എന്തായെന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗറാത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അത് വായിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ പിന്നെ അതിൽ വേറൊരു വ്യക്തിയുണ്ട്, പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹത്തെ ഇങ്ങനെ വായിക്കുകയാണ്.
അങ്ങനെ വായിക്കുന്ന കൂട്ടത്തിൽ ഈ സ്ഥലത്തിയപ്പം കൈ ഇങ്ങനെ മറച്ചു വെച്ചിങ്ങാണ്ട് തൗറാത്തിൽ ആ ഭാഗം ഇങ്ങനെ മറച്ചു വെച്ചിട്ട് വായിച്ച്. നബിക്ക് എന്താ അറിയില്ല, വായിക്കാറൊന്നും നബിക്ക് അറിയില്ലല്ലോ, നബി കേൾക്കണേ ഉള്ളൂ. ഇതിങ്ങനെ മറച്ചു വെച്ച് വായിച്ചപ്പോൾ അടുത്തപ്പോൾ നബി പറഞ്ഞ് കൈ പൊന്തിക്കാൻ പറഞ്ഞു, കൈ മാറ്റിയിട്ട് വായിക്കാൻ പറഞ്ഞു. അങ്ങനെ കൈ മാറ്റി വായിച്ചപ്പം അവിടെ എന്തുണ്ട്, എറിഞ്ഞ് കൊല്ലാളെ നിയമം കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. അപ്പം ഈ കാര്യത്തെയാണ് അള്ളാഹു തആല ഈ ആയത്തിൽ പറയുന്നത്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു കേട്ടോളൂ, അള്ളാഹ് പറയാണ് വമൻ യുരിദില്ലാഹു ഫിത്നതഹു ഫലൻ തംലിക ലഹു മിനല്ലാഹി ശൈആ. വല്ലവനും നാശം വരുത്താൻ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവന് വേണ്ടി അള്ളാഹുവിൽ നിന്ന് അത് നേടിയെടുക്കാൻ നിനക്ക് സാധിക്കുകയില്ല. അള്ളാഹു തആല വല്ലവനും നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ഈ എന്തെങ്കിലുമൊക്കെ ഒരു സംഗതി ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് തടയാനും ഇതാക്കാനും ആർക്കും തീയൂല. അള്ളാഹ് ഒരു സംഗതി ഉദ്ദേശിച്ചത് നടക്കാൻ ചെയ്യും. എന്നിട്ട് അള്ളാഹ് പറയാണ് ഉലൈക്കല്ലദീന ലം യുരിദില്ലാഹു അൻ യുതഹിറ ഖുലൂബഹും ലഹും ഫിദ്ദുനിയാ ഖിസ്യുൻ വലഹും ഫിൽ ആഖിറതി അദാബ്. ഈ ദുനിയാവിൽ അവർക്ക് അപമാനമാണ്, പരലോകത്ത് ഭയങ്കരമായ ശിക്ഷയുമാണ് അവർക്ക് വരാനുള്ളത്. അള്ളാഹു അവരുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി ബാക്കി കൂടി വായിക്കുക. സമ്മാഊനലിൽ കദിബ്, കള്ളം ചെവിയോർത്ത് കേൾക്കുന്നു. അക്കാലുനലി സുഹത്ത്, ഹറാമായ സമ്പത്ത് കണ്ടമാനം തിന്നുകയും ചെയ്യാണ്. കള്ളം ചെവി കോർത്ത് കേൾക്കുക, ഹറാമായ സമ്പത്ത്. അക്കാല് എന്ന് പറഞ്ഞാൽ വലിച്ചു വാരി തിന്ന, അതാണ് ധാരാളം തിന്നണത് മുഴുവനും ഹറാമാണ്. ഫൈൻ ജാഊക, നിന്റെ അടുക്കൽ അവർ വന്നാൽ ഫഹ്കും ബൈനഹും, അവർക്കിടയിൽ നീ വിധിക്കുക. ഫഅരിദ് അവരിൽ നിന്ന് തിരിഞ്ഞു കളയുകയും ചെയ്യാം. ഫൈൻ തുഅരിദ് അൻഹും ഫലൻ യദുറക ഷൈഅ, ഇനി അവർ നിന്നിൽ നിന്ന് തിരിഞ്ഞു പോവുകയാണെങ്കിൽ, നീ പറയുന്ന നിയമമൊന്നും പാലിക്കാതെ അവർ പോവുകയാണെങ്കിൽ നിനക്കൊരു ബുദ്ധിമുട്ട് പോലും ഉണ്ടാക്കൂല. ഫൈൻ ഹക്കംത, താങ്കൾ വിധിക്കുകയാണെങ്കിൽ ഫഹ്കും ബൈനഹും ബിൽ ഖിസ്ത്, എന്ത് ചെയ്യണം, നീതിപൂർവം വിധിക്കണം. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതി പാലിക്കുന്നവർ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ഇനി അതിനുശേഷമുള്ള ആയത്തിൽ തൗറാത്തിലെ വിധി എങ്ങനെയാണ് നിനക്ക് മാറ്റി പറയാൻ, വിധിക്കാൻ പറ്റുമെന്നൊക്കെയുള്ള ചോദ്യമാണ് പിന്നീട് വരുന്ന ചോദ്യം. ശരി, ഇവിടെ വിഷയം എന്താണ്? തഹാറത്തുൽ ഖൽബാണ് വിഷയം, ഹൃദയ ശുദ്ധീകരണമാണ്. അപ്പൊ ഹൃദയം അല്ലാഹു തആല ഹൃദയത്തെ ശുദ്ധിയാക്കി തരണം. അല്ലാഹു ഹൃദയത്തെ ശുദ്ധിയാക്കി തരണമെങ്കിൽ മുൻ സമൂഹം, കഴിഞ്ഞുപോയ തലമുറയിൽ വൃത്തികെട്ട ഹൃദയങ്ങളെ അള്ളാഹു എന്തൊന്നുകൊണ്ട് ശുദ്ധീകരിച്ചു, അതുകൊണ്ട് മാത്രമേ ശുദ്ധീകരിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അള്ളാഹു ശുദ്ധീകരിക്കാത്ത ഹൃദയം എന്താണെന്ന് വെച്ചാൽ ഈ ഖുർആൻ കേൾക്കാതെ കളവി ചെവിയോർത്ത് കേൾക്കുകയും കുഫറിലേക്ക് പോവുകയും അതിലൊരു സങ്കടം തോന്നാതിരിക്കുകയും ഇതിൽ തന്നെ നിലനിൽക്കുകയും അവനവന്റെ താല്പര്യത്തിന് വേണ്ടി വേദഗ്രന്ഥത്തെ മാറ്റിമറിച്ച് നിയമം പറയുക ചെയ്താൽ ഒരിക്കലും അള്ളാഹു എന്താക്കൂല, ഹൃദയത്തെ ശുദ്ധീകരിക്കില്ല. ഇനി ഈ ആയത്തിനെ മുന്നിൽ വെച്ച് ചില പണ്ഡിതന്മാർ, മഹാന്മാരായ ചില പണ്ഡിതന്മാർ പറഞ്ഞ ചില വാക്കുകൾ കൂടി ഞാൻ കേൾപ്പിക്കാം, അതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ആശയം ഒന്നുകൂടി മനസ്സിലാവും. പിന്നെ മഹാനായ ഇബ്നു തൈമിയ റഹിമഹുല്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല, അദ്ദേഹം പറയാണ് ലാ റൈബ, കേൾക്കണം, ഈ ആയത്തുകളെ മുന്നിൽ വെച്ച് പറയാണ്, ലാ റൈബ, സംശയമില്ല, അന്നല്ലാഹ യഫ്തഹു, അല്ലാഹു തുറക്കുമെന്ന് സംശയം വേണ്ട, അലാ ഖുലൂബി ഔലിയാഇഹിൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ അള്ളാഹുവിന്റെ മിത്രങ്ങളുടെ ഹൃദയം അള്ളാഹു തുറക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. വ ഇബാദിഹി സാലിഹീൻ, അള്ളാഹുവിന്റെ നല്ല അടിമകളുടെയും ഹൃദയം ആര് തുറക്കും? അല്ലാഹ്. എന്തിനാ തുറക്കണത്? ബിസബബി ത്വഹാറത്തി ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കാൻ വേണ്ടി. ബിസബബി ത്വഹാറത്തി ഖുലൂബിഹിം മാ ലാ യഫ്തഹു ബിഹി അലാ ഗൈരിഹിം, വേറെ ഒന്നുകൊണ്ടും തുറക്കാൻ കഴിയാത്ത രൂപത്തിൽ അള്ളാഹു തആല എന്ത് ചെയ്യും? അള്ളാഹു മനുഷ്യന്റെ ഹൃദയത്തെ തുറന്ന് വൃത്തിയാക്കും, ശുദ്ധീകരിക്കും. ആരുടെ? മുത്തഖീങ്ങളായ ആളുകളുടെ ഹൃദയത്തെ. ഇനി ആരാണ് ആ മുത്തഖീങ്ങൾ എന്നത് നമ്മൾ വേറെ പഠിക്കേണ്ട കാര്യമാണ്. ഇനി മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തുകൾ വെളിച്ചത്തിൽ പറഞ്ഞ് വേറൊരു കാര്യം കേട്ടോളൂ. എന്താണെന്നറിയോ? ലൗ തഹറത് ഖുലൂബുകും, അവരുടെ ഹൃദയം അത് വൃത്തിയുള്ള ഹൃദയമായിരുന്നെങ്കിൽ, ശ്രദ്ധിച്ചു കേൾക്കണേ, മാശബിഅത്ത്, അവർക്ക് വയറ് നിറയൂല, പൂതി തീരൂല, മിൻ കലാമില്ലാഹി അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമ്
കേട്ടിട്ടും പഠിച്ചിട്ടും അവർക്ക് മതിയാവൂല, മാഷർ പൂതി തീരൂല. ആരെ പറ്റിയാ പറഞ്ഞത്? ലൗ തഹുറത് ഖുലൂബുക്കും, അവിടെ ഹൃദയം വൃത്തിയാക്കണം. ഹൃദയം ശുദ്ധീകരിക്കുന്ന, ഹൃദയം ശുദ്ധിയുള്ള ഒരാളാണെങ്കിൽ അള്ളാന്റെ കലാമ് കേട്ടാലും പഠിച്ചാലും അവർക്ക് ഒരിക്കലും ഒരു വെറുപ്പോ അല്ലെങ്കിൽ ഒരു മതിയാകലോ തോന്നൂല, വയറ് നിറയൂല എന്നാണ് പറഞ്ഞത്. ഇത് മഹാൻ ഉസ്മാൻ ഗഫർ അല്ലാഹു തആലാന്റെ വാക്കാണ്. ഇനി ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി അദ്ദേഹം പറഞ്ഞ വാക്കെന്താ അറിയാം? ദൗഖു ഹലാവത്തുൽ ഖുർആൻ, ദൗഖു ഹലാവത്തുൽ ഖുർആൻ, ഖുർആനിന്റെ മാധുര്യം ആസ്വദിക്കുക. ഖുർആനിന്റെ മാധുര്യം ആസ്വദിക്കുക എന്നുള്ളത് അലാ ഖദ്രി ത്വഹാറത്തുൽ ഖൽബ്, അലാ ഖദ്രി ത്വഹാറത്തുൽ ഖൽബ്, ഹൃദയ ശുദ്ധീകരണത്തോടൊപ്പം ഖുർആനിന്റെ ഹലാവത്ത്, അതിന്റെ മാധുര്യം ആസ്വദിക്കുക. വ സഖാഉൻ നഫ്സ്, അതോടുകൂടി അവന്റെ നഫ്സ് എന്ത് ചെയ്യും? അത് അത് കൂടുതൽ ഉന്മേഷമുള്ളതായും ഉണർച്ചയുള്ളതായിട്ട് മാറുകയും ചെയ്യും. ഫമൻ തതഖറ ദാക അക്സർ, ആര് ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നുവോ അവന് അത് കൂടുതൽ ആസ്വദിക്കാൻ കഴിയും. ഹൃദയം ശുദ്ധിയുള്ള ഒരാൾക്ക് അത് കൂടുതൽ ആസ്വദിക്കാൻ കഴിയും. അപ്പൊ പറഞ്ഞു വന്നത് ഇതാണ്, ഹൃദയത്തിന്റെ ശുദ്ധീകരണം ഖുർആന് കൊണ്ട്. ഹൃദയത്തിന്റെ ശുദ്ധീകരണം ഖുർആനിനെ ഒഴിവാക്കി അതിൽ നിന്ന് മാറി അതിന് മാറ്റം വരുത്തി അതിലേക്ക് താല്പര്യമില്ലാതെ പോകുന്ന ആള് ഹൃദയം അത് വൃത്തികേടിലേക്ക് പോകും. അത് നജസ് നിറഞ്ഞ ഹൃദയമായി മാറും. അത് ഒരിക്കലും ശുദ്ധീകരിക്കുകയില്ല, ശുദ്ധീകരിക്കാൻ കഴിയില്ല. അല്ലാഹു തആല ഏറെക്കുറെ മനുഷ്യന്മാരൊക്കെ അള്ളാഹ് ശരിയാക്കും. ഈ ദുഷിച്ചു പോയ ഹൃദയത്തിന്റെ പല ആളുകളെയും ഉടമകളെയും അല്ലാഹു തആല നന്നാക്കിയിട്ടുണ്ട്. അവൻ അള്ളാഹു നന്നാക്കാൻ ഉദ്ദേശിക്കാത്ത വിഭാഗത്തിൽ നമ്മൾ ഒരിക്കലും ഉൾപ്പെടരുത്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്താ? ഇതിന് കിട്ടുന്ന പാടെന്താണ്? നമ്മുടെ ഹൃദയത്തിന് എന്തെങ്കിലും തരാറുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ശരിയാവണം, അത് നന്നാവണം. അത് നന്നാകണമെങ്കിൽ നമ്മൾ അത് ശുദ്ധീകരിക്കണമെങ്കിൽ നമ്മൾ എവിടേക്ക് വരണം? ഖുർആനിലേക്ക് വരണം. ഖുർആനിന്റെ ആസ്വാദനത്തിലേക്കും ഖുർആനിന്റെ പഠനത്തിലേക്കും ഖുർആനിന്റെ ദൗക്കിലേക്കും നമ്മൾ എത്തിയാൽ സ്വാഭാവികമായി നമ്മൾ നന്നാകും. അപ്പോൾ ഒരു മനുഷ്യൻ നന്നാവുക എന്ന് പറഞ്ഞാൽ തടി നന്നാവലല്ല, ഒരു മനുഷ്യന്റെ ഹൃദയം നന്നാവലാണ്. ആ ഹൃദയം എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധിയാകലാണ്. അത് ശുദ്ധീകരിക്കുന്നതാണ് പരിശുദ്ധ ഖുർആൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാം. പരിശുദ്ധ ഖുർആൻ അവസാനിക്കുന്നത് ഏത് സൂറത്തോട് കൂടിയിട്ടാണ്? സൂറത്ത് നാസോട് കൂടിയിട്ടാണ്. ഇതാണ്ട് പറഞ്ഞ് അള്ളാഹു തആല ഖുർആൻ സമാപിക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ്. മനുഷ്യന്റെ ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞിട്ടും അത് ഉൾക്കൊള്ളുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനും തഖ്വയും നിറഞ്ഞ ഹൃദയമാക്കി നമ്മുടെ ഹൃദയത്തെ അള്ളാഹു മാറ്റിത്തരട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും ദുഷിച്ച ചിന്തകളിൽ നിന്നും അള്ളാഹു തആല ദുസ്വഭാവങ്ങളിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ അള്ളാഹു തആല വൃത്തിയാക്കി തരട്ടെ, ശുദ്ധീകരിച്ചു തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. നമ്മുടെ ഒരു സഹോദരൻ്റെ 2 വൃക്ക നഷ്ടപ്പെട്ട ഒരു സഹോദരൻ്റെ വീടിനുമായി ബന്ധപ്പെട്ട കാര്യം സൂചിപ്പിച്ചിരുന്നു. ഒരു വോയിസ് ഇട്ടിരുന്ന ആ കാര്യത്തിൽ എല്ലാവരുടെയും ശ്രദ്ധയും പരിഗണനയും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളിലും സഹായിക്കാനും സഹകരിക്കാനുമുള്ള ഈമാൻ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും രോഗത്തിൻ്റെ കെടുതികളിൽ നിന്നും അല്ലാഹു നമുക്ക് എല്ലാവർക്കും മോചനം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ശരീരത്തിൽ അല്ലാഹു ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.